ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വരലക്ഷ്മി വ്രതം ആചരിച്ചു പോരുന്നു. കർക്കിടക മാസത്തിലെ ദ്വാദശ വരുന്ന വെള്ളിയാഴ്ച ദിവസമാണ് വരലക്ഷ്മി വ്രതം. ഐശ്വര്യപ്രദായിനിയായ മഹാലക്ഷ്മി ദേവിയുടെ ജന്മദിനമെന്നാണ് വിശ്വാസം. ഭക്തിയോടെ ഈ ദിനത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയാൽ ദേവിയിൽ നിന്ന് ഏതു വരവും ലഭിക്കുമത്രേ. സുമംഗലികളാണ് ആഗ്രഹസാഫല്യത്തിനു വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഈ വർഷം 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം. കലശത്തിൽ നാളികേരം പ്രതിഷ്ഠിച്ച് ദേവിയുടെ മുഖം ഭംഗിയിൽ അലങ്കരിച്ചു വെച്ച് വയ്ക്കുന്ന പതിവുമുണ്ട് ചിലയിടങ്ങളിൽ. ഇന്ന് നമ്മൾ ദേവിയുടെ മുഖം എങ്ങനെ അലങ്കരിക്കാം എന്ന് കാണാം. ഹലോ, വെൽക്കം. അപ്പം നമ്മളിവിടെ ദേവിയുടെ ഫേസിൽ പുരുകം എഴുതി അതിനുശേഷം കണ്ണു എഴുതി. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫെവിക്രിലിൻ്റെ കളേഴ്സാണ്. അതിൻ്റെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐലൈനറിൻ്റെ ബ്രഷ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് വളരെ നേരിയതായതുകൊണ്ട് അത് കുറച്ച് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അത് വെച്ചിട്ട് എഴുതി. ഇനി നമുക്ക് ഇതിൽ മിസ്റ്റേക്കൊക്കെ പറ്റാം. അപ്പോൾ നമ്മളൊരു കോട്ടൻ്റെ പീസ് എടുത്ത് വച്ചിരിക്കുക. എവിടെയെങ്കിലും തെറ്റ് പറ്റിയാൽ അപ്പം തന്നെ തുടയ്ക്കുക. അല്ലെങ്കിൽ ഇത് ഈ കളറ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ പോവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ ആ പീസ് വെച്ചേക്കുക. അപ്പോൾ വളരെ ഭംഗിയിൽ കണ്ണെഴുതാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. വാല് ഇട്ടപ്പോൾ കൺമഷി വെച്ച് വാലിട്ടപ്പോൾ അതൊരു ചെറിയ ഒരു സൈഡ് പൊങ്ങിയും ഒരു സൈഡ് ഇത്തിരി ചരിഞ്ഞും ഒക്കെ ഇരുന്നതുകൊണ്ട് അതൊന്നും ഞാൻ തൂത്ത് കളയാണ്. എന്നിട്ട് വീണ്ടും ഞാനത് എഴുതി കൊടുത്തു. നവരാത്രിക്ക് നമുക്കിതുപോലെ ദേവിയുടെ മുഖം നാളികേരത്തിൽ വെച്ച് കലശത്തിൽ വെച്ചിട്ട് അലങ്കരിച്ച് വയ്ക്കാം. പക്ഷെ അത് പിന്നീട് 9 ദിവസവും അനക്കാൻ പാടില്ല. അങ്ങനെ തന്നെ വയ്ക്കുകയും വേണം. വ്രതനിഷ്ഠയോടുകൂടി വേണം അത് ചെയ്യാൻ. അത് മാത്രമല്ല, ആ 9 ദിവസങ്ങളിലും നൈവേദ്യവും ദേവിക്ക് സമർപ്പിക്കണം. ഇനി നമുക്ക് ചുണ്ടിന് ചുവന്ന നിറം കൊടുക്കാം. അപ്പോൾ കണ്ണ് നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്കിനി ചുണ്ടിൻ്റെ ഭാഗത്ത് ചുവന്ന നിറം കൊടുക്കാം. ഞാനിവിടെ ഒരു ഫ്രഷ് ഇയർബഡ്സ് വെച്ചിട്ടാണ് അങ്ങനെ ലിപ്സ്റ്റിക് മാതിരി ഇട്ട് കൊടുക്കുന്നത്. അതും ലിക്വിഡ് ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഫെവിക്രിലല്ല അവിടെ ഇട്ടത്. എൻ്റെ കയ്യിൽ ചുവന്ന നിറം ഇല്ലായിരുന്നു, അതുകൊണ്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് അതിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതേ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഒരു പൊട്ടും ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റു ആഭരണങ്ങളൊക്കെ ഇട്ട് അലങ്കരിക്കാം. ഇതിങ്ങനെ മേടിച്ചതല്ല. ഇത് നമ്മുടെ കമ്മൽ അതിൻ്റെ ബാക്ക് സൈഡ് ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. പിന്നെ അതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ മൂക്കുത്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി വലിയ മൂക്കുത്തി ആയതുകൊണ്ട് ഞാൻ പിന്നീട് അത് മാറ്റി വേറെ വെച്ചു. പിന്നെ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ വളയുടെ ഒരു ഭാഗമാണ്. അതായത് ദേവി അലങ്കാരത്തിനൊക്കെ കിട്ടുന്ന വളയുടെ ഭാഗമാണ്. അത് ഞാൻ നിവർത്തിയിട്ട് അതവിടെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വേറൊരു മൂക്കുത്തി സെറ്റ് ചെയ്തു. ഇപ്പോൾ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. ഇനി നമുക്ക് കിരീടം വെച്ച് കൊടുക്കാം. ആ കിരീടവും ദേവിയുടെ ഇതനുസരിച്ച് ആ കിരീടത്തിനനുസരിച്ച് ഞാൻ വെച്ച് കൊടുത്തു. ഒന്ന് അമർത്തി വെച്ച് കൊടുത്തു. നമ്മൾ ഇത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു പൊട്ടും സെറ്റ് ചെയ്തു. ഇനി നമുക്ക് മാല ദേവിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊന്ന് നിവർത്തി വെക്കാനായിട്ടൊരു ബുക്കിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്തു. നോക്കൂ, ഞാൻ ഇങ്ങനെ മാല ഇങ്ങനെ ഒട്ടിച്ചു. ഇനി അത് എന്ത് വെച്ചാണ് ഒട്ടിക്കുന്നതെന്ന് കണ്ടോ. ഇതുമാരത്തെ ഗം, അത് ഫേബർ കാസലിൻ്റെ ഇതുപോലെയുള്ള ഗം മേടിക്കാൻ കിട്ടും. അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ ഇങ്ങനെ ഇരുന്നോളും. പിന്നെ നമ്മളെപ്പോൾ ഇളക്കുന്നോ അതങ്ങനെ തന്നെ ഇളകിപ്പോരും. അവിടെ ഒന്നും പറ്റി പിടിക്കില്ല. വേറെ മാലയൊക്കെ ഇടണമെങ്കിൽ അപ്പോഴും നമുക്കത് മാറ്റി ചെയ്യാം. പിന്നെ അത് കാണാത്ത രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദേവി അലങ്കാരം ഇവിടെ കംപ്ലീറ്റായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ പഴയ ഒരു ദേവി അലങ്കാരമാണ്. 2020 ഞാൻ അലങ്കരിച്ചതാണ്. ഇതിപ്പോൾ അലങ്കരിച്ച ദേവി. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.